ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ അനാമികയ്ക്ക് ഒരു തലകറക്കവും പനിയും ഛർദിയും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് തല കറങ്ങി നമ്മുടെ അനാമിക കുഴഞ്ഞ് താഴെ വീഴുന്നു. ഓടി ജാനകി അടുത്ത് ചെല്ലുന്നു. ജാനകി, എന്താ പറ്റിയത്, എന്താ നിനക്ക് പറ്റിയത് മോളെ, എന്താ പറ്റിയെന്ന് പറഞ്ഞ് കുലുക്കി വിളിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ അനാമിക ബോധം തെളിഞ്ഞ് എണീക്കുന്നു. അപ്പോഴേക്കുമാണ് അനാമിക പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം അനാമിക തന്നെ തിരിച്ചറിയുന്നത്. ഇതിൽ ആ ഒരു സമയത്ത് അനാമിക പ്രഗ്നന്റ് ആണെന്ന് വേറെ ആരും അറിയുന്നില്ല. ഈ പറയുന്ന അനാമികയ്ക്ക് ഒരു ചെറിയ സംശയം തോന്നിയിട്ട് അതിനെ തുടർന്ന് നമ്മുടെ അനാമിക ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ അനിയുടെ കുഞ്ഞല്ല അനാമികയുടെ വയറ്റിൽ വളരുന്നത്. അനിയുടെ യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ അനാമികയ്ക്ക് വേറൊരു ഫ്രണ്ടുമായിട്ട് കുറച്ച് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലാണ് ആ ഒരു കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വിവരം നമ്മുടെ അനാമികയുടെ അച്ഛനെ അമ്മയൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ വേണുവും രേവതിയും ഹോസ്പിറ്റലിൽ എത്തുകയും അങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, അതും ഈ ഒരു 3 മാസമോ 4 മാസമോ കണ്ടായി കുഞ്ഞു വയറ്റിൽ ജനിച്ചിട്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. പക്ഷെ അനാമികയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അനാമികയ്ക്ക് ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അനാമികയ്ക്ക് ആ ഒരു പയ്യനെ ഭയങ്കര വിശ്വാസമാണ്. തൻ്റെ കൂടെ ഉണ്ടാകും, തന്നെ വിവാഹം കഴിക്കും, വേറൊരു പ്രശ്നവും ഇല്ല എന്നൊരു ഉറപ്പും വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ അനാമിക ആ കൂട്ടുകാരനെ വിളിച്ച് പറയുകയാണ്, കൂട്ടുകാരനല്ല ബോയ് ഫ്രണ്ടിനെ വിളിച്ച് പറയുകയാണ്, എടാ നിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പം ആ പുള്ളിക്കാരൻ എന്തിനാണെന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് നിന്നെ കണ്ടേ പറ്റൂ, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ തലകറക്കവും ഛർദിയും ഒക്കെ നമ്മുടെ നയനയുടെ കണ്ണിൽ ഇങ്ങനെ പെട്ടായിരുന്നു കേട്ടോ. അപ്പൊ നയന ഈ അനാമികയുടെ ഈ ഒരു നീക്കമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. എന്തോ ഒരു ചെറിയ പന്തികേടുണ്ട്, ഭക്ഷണത്തിനോട് വിരോധം, അതുപോലെ തന്നെ ഛർദി, അതിൻ്റെ ഇടയ്ക്ക് തലകറക്കം, അങ്ങനെ ആകെ മൊത്തം ക്ഷീണമാണ്. അപ്പൊ അനാമിക ആരോടും പറഞ്ഞിട്ടില്ല അനാമികയുടെ ഈ ഒരു വിശേഷത്തെക്കുറിച്ച്. ഒരിക്കലും അനന്തപുരി തറവാട്ടിൽ അനാമികയ്ക്ക് അനിയിൽ കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് തട്ടിപ്പൊക്കെ ഇടയ്ക്ക് നടത്തിയായിരുന്നു. അതൊക്കെ കൈയോടുകൂടി പൊക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ കൂട്ടുകാരനെ കാണാൻ പോയി. ആ കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്, ബോയ് ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ബോയ് ഫ്രണ്ട് പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, നമുക്കിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ അനാമിക. നിന്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല, എൻ്റെ കയ്യിലും പൈസയൊന്നുമില്ല. ഒരു കുഞ്ഞും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ നമുക്ക് കുറച്ച് പൈസ ആവശ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് പൈസ ഒപ്പിക്കാതെ ഒരു 1 കോടി 2 കോടി രൂപയെങ്കിലും നീ അനന്തപുരി തറവാട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരാന്ന് പറയുന്നതല്ലാതെ നീ കൊണ്ടുവന്നുമില്ല ഇതുവരെ. എങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയി, ഇപ്പൊ നമുക്ക് പുറത്താണെങ്കിലും പോയി സെറ്റിലായിട്ട് നമുക്ക് അവിടെ ജീവിക്കാമായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് ഇംഗ്ലണ്ടിൽ പോയി അവിടെ എങ്ങാണ്ട് പുള്ളിക്കാരനെ പോയി ബിസിനസ് തുടങ്ങണം എന്നാണ് ആ പുള്ളിക്കാരൻ്റെ ആഗ്രഹം. അപ്പൊ അനാമിക ഇത് അനാമികയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നിയന്ത്രിക്കാനായില്ല. അനാമിക പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. 4 മാസമായി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്, അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ എന്ന് പറയുമ്പോൾ നീ തന്നെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് വാ, നീ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അനന്തപുരി തറവാട്ടിൽ എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ അവിടെ കയറി ഒരു ദിവസം എന്നെ പിടിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ അനാമികേനെ കാണാനായിട്ട് കയറിയതല്ല. ഒരു ദിവസം അനാമികയും ഈ പറയുന്ന ഈ പയ്യനും കൂടെ മോഷ്ടിക്കാൻ വേണ്ടി അവിടെ കയറിയിട്ടോ. അനാമിക തന്നെ വിളിച്ചു വരുത്തിയാണ്, പക്ഷെ അവിടെ മോഷ്ടിക്കാൻ പറ്റിയില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇയാൾ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എനിക്ക് കയറാൻ പറ്റില്ല, നീ തന്നെ അവിടുത്തെ സ്വത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 കോടി രൂപയെങ്കിലും വേണം നമ്മുടെ കയ്യിൽ ഇപ്പം മിനിമം, എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ബിസിനസ് ഒക്കെ ആരംഭിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ അതിനുള്ള കാര്യങ്ങൾ വേഗം ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ആകപ്പാടെ അബദ്ധം പറ്റി പെട്ടിരിക്കുകയാണ് നമ്മുടെ അനാമികയ്ക്ക് എങ്ങനെയെങ്കിലും 2 കോടി രൂപ ഒരു മാസത്തിനുള്ളിൽ കിട്ടണം. അതിനിടയ്ക്ക് ഇവരുടെ കാര്യങ്ങളും പാസ്പോർട്ടുകളും എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വേണു രേവതിയും പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നന്ദു പോലീസ് ആകുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞതാ, അവിടുന്ന് കുറേശ്ശെ സ്വർണ്ണങ്ങളൊക്കെ അടിച്ചു മാറ്റണം. നീ എപ്പോഴും അവന്റെ പുറകെ കറങ്ങി നടക്കാതെ നീ സ്വർണ്ണങ്ങൾ അടിച്ചു മാറ്റി നിന്റെ ജീവിതം സേഫ് ആക്കാൻ നോക്കണമെന്ന്. അപ്പോഴേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, പിന്നെ എൻ്റെ ജീവിതം സേഫ് ആക്കാൻ നോക്കണം പോലും, ഞാൻ കുറെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നല്ലോ, അതെല്ലാം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? അച്ഛൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ച് കഴിഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കഴിവില്ലാതായി പോയതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പം എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്.
2 കോടി രൂപയൊക്കെ ഞാൻ ഇനി എവിടെ പോയി ഉണ്ടാക്കാനാ? അച്ഛൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കച്ചാന്ന് പറയുമ്പോൾ 2 കോടി രൂപയോ മോളെ, നീ എന്താ ഈ പറയുന്നത്? 2 ലക്ഷം രൂപ, 2000 രൂപ എന്നൊക്കെ പറയുന്ന പോലെയാണല്ലോ ഈ 2 കോടി രൂപ എന്ന് പറഞ്ഞ് നിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ അതാ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം. നീ അനിയുടെ ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, എനിക്ക് 3 ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ കറങ്ങി നടക്കാതെ, നീ അവിടെ ഇവിടെയും പോയി തെണ്ടിത്തിരിയാതെ അനിയെ സോപ്പിട്ട് അനിയുടെ കൂടെ നിന്ന് അത് നിനക്ക് കൈക്കലാക്കായിരുന്നല്ലോ. അവിടുന്ന് പലതവണയായിട്ട് നിനക്ക് പൈസ മോഷ്ടിക്കായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ, അഭി അഭി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അഭി എത്ര കോടി രൂപയാണ് മുക്കുന്നത്. അവനെ വീണ്ടും പിടിക്കും, വീണ്ടും അവൻ മുക്കും. അവന്റെ തന്ത്രം നിനക്ക് അവന്റെ കൂടെ നിന്ന് പഠിക്കത്തില്ലേ? നീ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നീ നിന്റെ ജീവിതം സേഫ് ആക്കാൻ നോക്കുമോളെ. അല്ലെങ്കിൽ പിന്നെ അറിയാലോ, നാണക്കേടാകും. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്നും വയറ്റിൽ കിടക്കാൻ പോകുന്നില്ല, അത് വെളിയിൽ വരും, ശരീരത്തിന് വ്യത്യാസം വരും. അതുകൊണ്ട് പറയാ, നിന്റെ ജീവിതം ഓർത്തിട്ടാ ഞങ്ങൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയാം. അങ്ങനെ അനാമിക ആകെ പെട്ട് നിൽക്കാട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അഭിയുടെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുന്ന സമയമാണ്. ഈ പറയുന്ന നവ്യയും നയനയും ആദർശും കൂടെ അഭിയോടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് അഭി തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോവുകയാണ്. കാരണം ഒത്തിരി ഇനിയിപ്പം നമ്മുടെ അഭിക്ക് കക്കാനോ മോഷ്ടിക്കാനോ ഒത്തിരി ചീത്തയായിട്ട് നടക്കാനോ പറ്റത്തില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തുമോളിൽ നിന്റെ കുഞ്ഞാണ് എന്നുള്ള സത്യം ഞങ്ങൾ വിളിച്ചു പറയും എന്ന ആ ഒരു കാര്യവും ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അഭി ഇപ്പം അത്യാവശ്യം പാവത്താനായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ അഭിയുടെ കാര്യങ്ങളൊക്കെ നവ്യ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നവ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നവ്യ ജസ്റ്റ് നമ്മുടെ അഭി ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുകയും അങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് അത് പ്രകാരം നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, അനഘയുടെ വീട്ടിൽ ചെന്ന് ഒരു പരിശോധന നടത്തുകയാണ് നവ്യ അങ്ങനെ അനഘയുടെ വീട്ടിൽ ചെന്ന് ഒരു പരിശോധന നടത്തുമ്പോഴാണ് അവിടെ നിന്ന് നമ്മുടെ അനഘയുടെ കുഞ്ഞിന്റെ അച്ഛൻ അഭിയാണെന്നുള്ളൊരു ചെറിയൊരു തെളിവ് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് നേരെ നയനയുടെ അടുത്ത് ചെല്ലുകയാണ്. നയനയോടും ആദർശനോടും മാപ്പ് പറയുകയാണ്. എന്നോട് ക്ഷമിക്കുക, തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയ്ക്കാണ് നമ്മുടെ അനാമികയുടെ ഈ ഒരു ഗർഭം ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനാമികയാണെങ്കിൽ അനിയോട് എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിൽക്കാനായിട്ട് അനിയുടെ പുറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അനിയോട് പറയുന്നുണ്ട്, എത്ര നാളാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് അനി നിനക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഡിവോഴ്സിന്റെ ആ ഒരു ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അതിന് സമ്മതിക്കില്ല. പിന്നെ എന്താ, ഞാനും ആലോചിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് മുന്നോട്ടേക്ക് ജീവിച്ചു പൊക്കൂടെ? നീ എന്നെ വിവാഹം കഴിച്ച് എൻ്റെ ഭർത്താവാണ്, അത് ഞാൻ സമ്മതിച്ചു തരുന്നു. ഇനിയെങ്കിലും നമുക്ക് ആ ഒരു ബന്ധത്തോടു കൂടി ജീവിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുക. മാത്രമല്ല, ഇനിയിപ്പം നന്ദു പറയുന്നത് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ്. നീ അവളുടെ പുറകെ നടക്കുന്നതൊക്കെ എനിക്കറിയാം. അതൊക്കെ ഞാൻ ക്ഷമിക്കാം, സഹിക്കാം. നീ അപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും എനിക്കും ഒരു ലവർ ഉണ്ടായിരുന്നല്ലോ എന്ന്. ഞാനും അത് ഉപേക്ഷിക്കാം. ഇനിയെങ്കിലും നമ്മൾക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാം. മാത്രമല്ല, അനാമികയുടെ ഈ ഒരു മാറ്റം മൊത്തത്തിലാണ് സംഭവിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന നമ്മുടെ ആദർശിനും നയനയ്ക്കും ഒക്കെ അനാമികയുടെ ഈ ഒരു മാറ്റം അതിശയത്തോടു കൂടി കാണുകയാണ്. അപ്പൊ അനാമിക നന്നായി പോയോ എന്നൊരു ചിന്ത തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ നയനയ്ക്ക് അപ്പോഴും ചെറിയ സംശയമുണ്ട്. അപ്പം നയന് പറയുന്നുണ്ട് ആദർശിനോട്, ആദർശേട്ടാ ഇത് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് അവളുടെ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, നീ എല്ലാം ആ കണ്ണോട് കൂടി കാണാതെ നയന, അവളെ ഒരുപാട് സംശയിച്ചിട്ടുണ്ട്. അവൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അനിയെ വെച്ച് നോക്കുവാണെങ്കിൽ അവളെ വെച്ച് നോക്കുവാണെങ്കിലും രണ്ടുപേരും തെറ്റുകാരിൽ തുല്യരാണ്. അവൾക്കും ഒരു അഫെയർ ഉണ്ടായിരുന്നു, അവനും ഒരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെയും ഒറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ അവളുടെ അച്ഛനും അമ്മയും എന്തോ ആയിക്കോട്ടെ, അവർക്ക് സാമ്പത്തിക ഇല്ലായ്മയോ അവർ കള്ളം പറഞ്ഞ് വിവാഹം നടത്തിയതോ എന്തോ ആയിക്കോട്ടെ, അവർ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതല്ലേ വേണ്ടത്. മുത്തശ്ശന്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് സെറ്റിലാകണം, അതല്ലേ മുത്തശ്ശന്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ അനിയും അനാമികയും അവരൊരുമിച്ച് ജീവിക്കാൻ അനാമികയ്ക്ക് സമ്മതമാണെങ്കിൽ അനിയെ പറഞ്ഞ് മാറ്റിയെടുക്കേണ്ടത് നീയും ഞാനും ഒക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അനാമിക ഇടയ്ക്ക് ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ കളയാൻ നോക്കിയിട്ട് അതിന് സാധിക്കുന്നില്ല. അങ്ങനെ പതിയെ പതിയെ അനിയെ ഇങ്ങനെ സ്നേഹിച്ച് തുടങ്ങുകയാണ്. പക്ഷെ നമ്മുടെ അനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഇതിന് പിന്നിലുണ്ട്, ഇല്ലാതെ ഒരിക്കലും തന്നെ അനാമിക സ്നേഹിക്കില്ല എന്ന്. അങ്ങനെ ഈ വിവരം നമ്മുടെ നന്ദുവിനോട് പറയുകയാണ്. അവക്ക് എന്താണെന്ന് അറിയില്ല, ഒരു ചെറിയ മാറ്റമുണ്ട് നന്ദു എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ പിന്നെ നല്ലതല്ലേ, നീ എന്തിനാണ് വെറുതെ നിന്റെ ജീവിതം കളഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്നത്? എനിക്ക് വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു
ബുദ്ധി തോന്നുന്നുണ്ടെങ്കിൽ, അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നുവെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അവളുമായിട്ട് മുന്നോട്ടേക്ക് പോ എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അനി പറയുന്നു, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവിശ്വസനീയം തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു പോലീസുകാരിയല്ലേ, അതുകൊണ്ട് തന്നെ നിനക്ക് എവിടെയും എപ്പോഴും കയറി ചെല്ലാനുള്ള ആ ഒരു അവകാശവും ആ ഒരു ഇതൊക്കെ ഉണ്ട്, ധൈര്യമൊക്കെ നിനക്ക് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഒന്ന് അനാമികയെ ചുറ്റിപ്പറ്റി ഒന്ന് കാര്യമായിട്ട് ഒരു അന്വേഷണം നടത്തണം. അവൾ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് അറിയണം. അതും സത്യസന്ധമായ അന്വേഷണം തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ജ്വല്ലറി വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എനിക്ക് ജ്വല്ലറിയുടെ ചുമതല മുഴുവനും പൂർണ്ണമായിട്ടും ആദർശേട്ടനെ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇനി അവക്ക് കയറി കൈ കടത്താനാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ല. അതുകൊണ്ട് തന്നെ നീ ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കണം. ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ മുത്തശ്ശനും മുതുമുത്തശ്ശനും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഈ ഒരു ജ്വല്ലറി ഒരൊറ്റ ദിവസം കൊണ്ട് അവള് കയറി വന്ന് അവളുടെ കൈപ്പിഴയും കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണല്ലോ ഇപ്പോഴും അവള്, ആ ഒരു ഇതിൽ അത് നശിച്ചു പോകാൻ പാടില്ല ഒരിക്കലും. ആദർശേട്ടനും ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നന്ദു, ഓക്കെ, ഞാൻ അന്വേഷിക്കാം. ഏതായാലും നീ അനാമികയെ വിശ്വസിക്കാതിരിക്കുകയൊന്നും വേണ്ട. അവൾക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100-ൽ ഒരു 99% അവൾക്ക് മാറ്റം വന്നതാകാനാണ് ചാൻസ് കൂടുതൽ. കാരണം അവളുടെ ജീവിതം ഇനി വഴിമുട്ടി നിൽക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ അവൾ അനന്തപുരി തറവാട്ടില് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന കാണാനേ എനിക്ക് താല്പര്യം. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാം. അവൾക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നു, ലോഡ്ജിൽ നിന്നൊക്കെ അവളെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഏതൊരു ബന്ധമാണെങ്കിലും ലോഡ്ജിൽ നിന്നൊക്കെ അവളെ പിടിച്ചെങ്കിലും അവള് തെറ്റേറ്റ് പറയാൻ തയ്യാറായി. അവള് ഇപ്പം നല്ലതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ നീ അവളെ സ്വീകരിച്ചേ പറ്റൂ. പക്ഷെ മറിച്ചാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഡിവോഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നു നീ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ കണ്ടുപിടിച്ചാലും ഞാൻ ഒറ്റാന്തടിയായിട്ടേ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ഓക്കെ ആയിക്കോട്ടെ, ഞാനും ഇങ്ങനെ നിന്നോളാം, നീ വിവാഹം കഴിക്കാത്തിടത്തോളം കാലം ഞാനും ഇങ്ങനെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദു അവിടെ നിന്ന് പോകുന്നത്. ഏതായാലും ഈ ഒരു വിവരം നമ്മുടെ നന്ദു നേരെ നയനെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് എന്നോട് അനി വന്ന് പറഞ്ഞിരിക്കുന്നത് എന്നപ്പം നയന പറയുന്നുണ്ട്, എനിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ ഒന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ഇപ്പൊ ജ്വല്ലറിയിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കും പറ്റില്ല, അതുകൊണ്ട് ഒന്ന് അന്വേഷിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അനിയുടെ ജീവിതം അതൊരിക്കലും നശിച്ചു പോകരുത്. അഭിയോ ഇങ്ങനെയായി, അഭിയും നയനേച്ചിയോ ഇങ്ങനെയായി, അവരുടെ ജീവിതം ഇങ്ങനെയായി, അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്നോർത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അനിയുടെയും കൂടെ ഈ ഒരു തകർച്ച കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശനും അത് സഹിക്കില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ നന്ദു അന്വേഷണമൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഏതായാലും നന്ദു അന്വേഷണം തുടങ്ങി, നന്ദു സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കി കഥയുമായിട്ട് വേറൊരു അപ്ഡേഷനൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.